ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലോസ് ടു ഡ്രാമ വേൾഡ്. നമ്മൾ നോക്കാൻ പോകുന്നത് മൈ ക്രഷ് എപ്പിസോഡ് 12 ആണ്. നമ്മുടെ പിള്ളേർ രണ്ടും ഭയങ്കര പിണക്കത്തിലാണല്ലേ. പിണക്കമൊക്കെ എന്തായെന്ന് പോയി നോക്കിയാലോ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ജിൻസിനെയാണ്. ജിൻസി ഓഫീസിൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഡിപ്പാർട്ട്മെന്റിലോട്ട് വന്ന ഉടനെ തന്നെ കൂടെ ജോലി ചെയ്യുന്ന രണ്ടുപേര് നേരെ ജിൻസിയുടെ അടുത്ത് ചെല്ലും. ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മെയ്ഫാങ്ങിനെ കുറ്റം പറയുന്ന ആ ലേഡിയും പിന്നെ ഇന്നലെ വിൽസന്റെയും മ്യൂറന്റെയും നടുക്കുവന്ന് നിന്നില്ല ആ ചെറുക്കനും കൂടെ ചെല്ലും. ചെന്നിട്ട് ഇവര് ചോദിക്കും, ജിൻസി നിങ്ങൾ വിൽസനുമായിട്ട് നല്ല കൂട്ടല്ലേന്ന് ചോദിക്കും. ഇവര് ചോദിക്കുന്ന കേട്ടിട്ട് ഉടനെ ജിൻസി പറയും, അതെ എന്താ കാര്യം ചോദിക്കും. ഉടനെ ആ ലേഡി പറയും, വിൽസനും മ്യൂറനും തമ്മിൽ എന്തോ പിണക്കമുള്ളതായിട്ട് കേട്ട് അവർക്കിടയിൽ എന്താ പ്രശ്നമെന്ന് ചോദിക്കും. ഇത് കേട്ടതും ജിൻസി തന്നെ പറയും, അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയും. ഉടനെ കൂടെ ജോലി ചെയ്യുന്ന ചെറുക്കൻ പറയും, ആര് പറഞ്ഞു, അവര് പരസ്പരം കണ്ടിട്ട് മിണ്ടുന്ന പോലും ഇല്ല, ഞങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു എന്ന് പറയും. ഉടനെ ഈ ലേഡി പറയും, അതെ ഈ അടുത്തൊരു ന്യൂസ് കേട്ടായിരുന്നു, നമ്മുടെ വിൽസന് വന്ന ഏതോ ഒരു പ്രോജക്റ്റ് മ്യൂറൻ തടഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ടാണോ അവര് പിണങ്ങിയിരിക്കുന്നത്, ജിൻസി എന്ത് വിചാരിക്കുന്നതെന്ന് ചോദിക്കും. ഇവരിങ്ങനെ ചോദിക്കുന്ന കേട്ടിട്ട് കലിപ്പായിട്ടുണ്ടായിരുന്നു ജിൻസി പറയും, അഥവാ അവർക്കിടയിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്തിനാ അതൊക്കെ അറിയുന്നത് എന്ന് ചോദിക്കും. ഇതൊന്നും മൈൻഡ് ചെയ്ത ആ ലേഡി തന്നെ പറയും, എനിക്ക് തോന്നുന്നു അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇതോടെ തീർന്നെന്ന്. എന്താന്ന് വെച്ചാൽ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടൊന്നുമല്ല, ഇതേതോ പെണ്ണുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. രണ്ടുപേരും ഒരു പെണ്ണിന് വേണ്ടി ഫോളോ ചെയ്തിട്ടുണ്ടാവും, അങ്ങനെയായിരിക്കും അവർക്കിടയിൽ വഴക്കുണ്ടായതെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ കുറെ നേരമായിട്ട് ഇവിടെ സംശയം കേട്ട് കലിപ്പായിട്ട് നേരെ മെയ്ഫാങ് എഴുന്നേറ്റ് വന്നിട്ട് പറയും, ദേ നോക്ക്, ജിൻസി ഇപ്പൊ മീറ്റിംഗ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, ജിൻസിക്ക് ഒരുപാട് ജോലിയുണ്ട്, നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ജോലികളുണ്ടല്ലോ അത് പോയി നോക്ക് എന്ന് പറയും. ഇത് കേട്ടത് ഈ ലേഡി കലിപ്പായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പറയും, ദേ നോക്ക്, നീ ഇന്നലെ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, നീ ഞങ്ങളെ ജോലി ചെയ്യാൻ പഠിപ്പിക്കണ്ട, എല്ലാം അറിയാവുന്നത് പോലെ സംസാരിക്കരുതെന്ന് പറയും. ഇത് കേട്ടത് മെയ്ഫാങ് കൊണ്ടേ പറയും, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, ഞാൻ പുതിയ എംപ്ലോയി ആണെന്ന് വിചാരിച്ച് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല, ഞാൻ ഇന്നലെ വന്നതേ ഉള്ളെങ്കിൽ എന്റെ ജോലിയെല്ലാം ഞാൻ ആയിട്ട് ചെയ്യുന്നുണ്ട്, അല്ലാതെ നിങ്ങളെ പോലെ എക്സ്പീരിയൻസ് എംപ്ലോയി ആണെന്ന് പറഞ്ഞിട്ട് ഗോസിപ്പും പറഞ്ഞ് നടക്കലല്ല എന്റെ പണി എന്ന് പറയും. ഇത് കേട്ടത് ഇവര് ദേഷ്യപ്പെട്ട് എന്താ പറയാൻ വരും. അങ്ങനെ മെയ്ഫാങ് ഇവര് തമ്മിൽ ഭയങ്കര വഴക്കടക്കുമ്പോ സാക്കി കേട്ട് ജിൻസി ചാടി എന്നിട്ട് പറയും, ഇതേ നോക്ക്, ഇത് ഓഫീസാണ്, ഇത് വർക്ക് ടൈം ആണ്, നിങ്ങൾ രണ്ടുപേരും ഇതെല്ലാം നിർത്തിയിട്ട് നിങ്ങളുടെ ജോലിക്ക് പോയി നോക്ക് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോഴേക്കും രണ്ടുപേരും രണ്ട് സ്ഥലത്തോട്ട് പോകും. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന അന്ന് വൈകിട്ട് ജോലിയെല്ലാം കഴിഞ്ഞ് ജിൻസി വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങുമ്പോഴേക്കും യോഞ്ചി ഓഫീസിന്റെ വാതിക്ക് നിൽക്കുന്നു. ഇത് കണ്ടിട്ടോടെ തന്നെ ജിൻസി ചോദിക്കും, എന്താ നീ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയും, നീ അന്ന് ചോദിച്ചില്ല, ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ വന്നെയാണെന്ന് പറയും. ഇത് കേട്ട ജിൻസിക്കൊന്നും മനസ്സിലാകത്തില്ല. ജിൻസി ഒന്നും ചോദിക്കും, ഏത് ചോദ്യം, ഞാൻ എന്ത് ചോദിച്ചു എന്ന് പറയും. ഇത് കേട്ട യോഞ്ചി ഉടനെ പറയാം, അന്ന് നമ്മൾ വെക്കേഷന് പോയിട്ട് വന്നപ്പോ നീ എന്നോട് ചോദിച്ചില്ലേ, എന്റെ പ്രണയം നീ അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് നിന്റെ ബ്രദറായിട്ടെങ്കിലും ഇരിക്കുമോ നീ ചോദിച്ചില്ലേ, അതിന് ആൻസർ പറയാൻ വന്നെയാന്ന് പറയും. ഇത് കേട്ടതും ജിൻസി ഭയങ്കര ഷോക്കാവും. എന്നിട്ട് പറയും, ഞാനന്ന് എന്തോ തമാശക്ക് വെറുതെ ചോദിച്ചു, അത് നീ ഇത്ര നാളും ഇരുന്ന് ആലോചിച്ചിട്ട് അതിന് മറുപടി പറയാൻ വന്നോന്ന് ചോദിക്കും. ഇത് കേട്ടൻ യോഞ്ചി പറയും, അതെ എനിക്ക് ഇപ്പോഴാണ് അതിനുള്ള ഉത്തരം കിട്ടിയതെന്ന് പറയും. ഇത് കേട്ടൻ ജിൻസി ചോദിക്കും, എന്താ നിന്റെ ഉത്തരം എന്ന് ചോദിക്കുമ്പോൾ പറയും, നിന്റെ ബെസ്റ്റ് ചോയ്സ് ഞാനാണ്, പക്ഷെ നീ എന്നെ റിജക്ട് ചെയ്യുവാണെങ്കിൽ നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നിന്റെ ഒരു ബ്രദറായിട്ട് ഇരിക്കാൻ എനിക്ക് സമ്മതമെന്ന് പറയും. ഇവൻ ഇങ്ങനെ പറയുന്നു പ്രതീക്ഷിക്കുന്നേ ഇല്ലല്ലോ, എല്ലാ കാര്യത്തിനും വാശി പിടിച്ചിരിക്കുന്ന ആളല്ലേ യോഞ്ചി. ഇങ്ങനെ പറഞ്ഞത് കേട്ടതും ജിൻസിക്ക് ഭയങ്കര സങ്കടമായിട്ട് ജിൻസി പറയും, ഭയങ്കര സർപ്രൈസും ആവും. എന്നിട്ട് പറയും, ഞാൻ അന്നൊരു തമാശയ്ക്ക് വേണ്ടി ചോദിച്ചാടാ, നീ ആ ചോദ്യം മനസ്സിൽ വെച്ചിട്ട് എന്നോട് ഉത്തരം പറയാൻ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ യോഞ്ചിനെ ഹഗ് ചെയ്യും. യോഞ്ചിക്കാണ് ഭയങ്കര സർപ്രൈസ്. ജിൻസിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. മനസ്സിലൊരു സന്തോഷം ഉണ്ട് എങ്കിലും ഇങ്ങനെ ആൻസർ പറഞ്ഞത് കാരണം ഒരു സങ്കടപ്പെട്ട് ഇങ്ങനെ സക്കുവാണ്. എങ്ങനെയാണെന്ന് നടത്തില്ല. യോഞ്ചി വേറെ ലെവലാണ്. അവന്റെ ഓരോ പ്ലാനിലും നമ്മുടെ ജിൻസി നൈസായിട്ട് വീണോണ്ടിരിക്കുകയാണ്. ഇവരിങ്ങനെ ഹഗ് ചെയ്ത് സന്തോഷമായിട്ട് നിൽക്കുമ്പോഴേക്കും ഇതേ സമയം അവർ അച്ഛനും അമ്മയും കൂടെ നമ്മുടെ ജിൻസിക്ക് ഫുഡ് കൊടുക്കാൻ വരും. അച്ഛൻ വന്നതും കാണുന്നത് ഇവർ തമ്മിൽ ഹഗ് ചെയ്തോണ്ടിരിക്കുന്നതാണ്. ഇത് കണ്ടതും ദേഷ്യം കണ്ടിട്ട് അച്ഛൻ അങ്ങ് പോകും. അമ്മയും പുറകെ ഉടനെ അച്ഛന്റെ പുറകെ ഓടിപ്പോകും. നിങ്ങളിപ്പോ വിചാരിക്കും, അച്ഛൻ നോക്കുമ്പോ അവര് ബ്രദേഴ്സ് അല്ലേ, അവർ തമ്മിൽ ഹഗ് ചെയ്തോണ്ടിരിക്കുന്നതിന് എന്തിനാ ദേഷ്യപ്പെട്ട് പോയതെന്ന്. അതൊക്കെ വരുന്ന എപ്പിസോഡിൽ അറിയാൻ പറ്റും. യോഞ്ചിനെ കണ്ടിട്ട് ജിൻസി നേരെ വീട്ടിൽ വരും. കുറെ ബിയറും ഫുഡൊക്കെ മേടിച്ചോണ്ട് വരുന്നത്. ഇത് കണ്ടിട്ടുണ്ടെന്നെ വിൽസൺ ചോദിക്കും, നീ സാധാരണ നാളെ ഓഫീസ് ഉണ്ടല്ലോ, ഇങ്ങനെ ചെയ്യാറില്ലല്ലോ, ഇന്ന് എന്ത് പറ്റി, ഇന്ന് ഇതൊക്കെ മേടിച്ചോണ്ട് വന്നതെന്ന് ചോദിക്കും. ഇത് കേട്ട ജിൻസി എന്ന് പറയും, ചുമ്മാ തട, കുറെ നാളായില്ലേ നമ്മളിങ്ങനെ എൻജോയ് ഒക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ട്, അതിനുണ്ട് മേടിച്ചതാന്ന് പറയും. ഉടനെ നമ്മുടെ വിൽസന് കാര്യം മനസ്സിലാവും. ഉടനെ വിൽസൺ ചോദിക്കും, ഞങ്ങളെപ്പറ്റി ഓഫീസിൽ കുറെ റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ട്, അത് വിചാരിച്ച് സങ്കടപ്പെട്ടിട്ടല്ലേ നീ ഫുഡൊക്കെ വാങ്ങിയിട്ട് വന്നതെന്ന് ചോദിക്കും. ഇത് കേട്ട ജിൻസി എന്ന് പറയേ, അങ്ങനെയൊന്നുമില്ല, റൂമറോ അതൊന്നും ഇല്ലടാന്ന് പറയും. ഉടനെ വിൽസൺ ചിരിച്ചിട്ട് പറയും, താങ്ക്സ് അടാന്ന് പറയും. ഇവരിങ്ങനെ പരസ്പരം വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡ് എടുത്ത് വെച്ചോണ്ടിരിക്കുമ്പോഴേക്കും മ്യൂറൻ വന്നിട്ട് പറയും, ഞാൻ പുറത്ത് പോവാടാ, ശരി എന്നാ ബായ് എന്ന് പറയും. ഇത് കേട്ട് ജിൻസി ഉടനെ ചോദിക്കും, നീ എവിടെ പോവാടാ, ഞാൻ നമുക്കെല്ലാവർക്കും വേണ്ടി ഫുഡൊക്കെ മേടിച്ചോണ്ട് വന്നു, നീ ഇപ്പൊ എവിടെ പോവാന്ന് ചോദിക്കും. ഇത് കേട്ടോണ്ട് മ്യൂറൻ പറയും, എനിക്ക് ഗില്ലിന്റെ കൂടെ ഡേറ്റ് ഉണ്ടടാ, ഞാൻ പോയിട്ട് വരാം, ഞാനെങ്ങാനും നേരത്തെ വരുവാണെങ്കിൽ വന്ന് കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കഴിച്ചോളാൻ പറയും. മ്യൂറൻ ഇങ്ങനെ പോകുന്ന കണ്ടിട്ട് വിൽസൺ തന്നെ പറയും, മ്യൂറൻ ഒന്ന് നിന്ന് എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയും. ഇത് കേട്ടത് മ്യൂറൻ വന്നിട്ട് ചോദിക്കും, എന്തോ നിനക്ക് പറയാനുള്ളതെന്ന് ചോദിക്കും. ഉടനെ തന്നെ വിൽസൺ പറയും, ഐ എം സോറി എന്ന് പറയും. വിൽസൺ ഇങ്ങനെ സോറി പറയുന്നത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ മ്യൂറൻ ഭയങ്കര ഷോക്കായിട്ട് ഇങ്ങനെ നോക്കും, ഇവൻ എന്തിനാ സോറി പറയുന്നത് എന്നുള്ള രീതി. വിൽസൺ തന്നെ പറയും, ഞാൻ നിന്നോട് സോറി പറഞ്ഞത് എന്റെ ഇഷ്ടം നിന്നോട് തുറന്നു പറഞ്ഞാനല്ല, ഞാനത് പറഞ്ഞത്
അതുകൊണ്ട് തന്നെ നീ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാനുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കാൻ എന്നെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയല്ല നീ എന്നും നൈറ്റ് ഇങ്ങനെ പുറത്തു പോകേണ്ടി വരുന്നത്. അങ്ങനെ നീ കഷ്ടപ്പെടുന്നത് കാണാൻ എനിക്ക് വയ്യ. അതുകൊണ്ടാണ് ഞാൻ സോറി പറഞ്ഞത്. അതുകൊണ്ട് സത്യമായിട്ടും സോറി എന്ന് പറയും. അതിനല്ല നീ ജിൻസിയോട് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇക്കാര്യത്തിന് വേണ്ടി നഷ്ടപ്പെടാമെന്നൊന്നും ഞാനും ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ കേട്ടിട്ട് മ്യൂറൻ ഉടനെ ചോദിക്കും, അതുകൊണ്ട് ഇനി മുതൽ എന്നെ ഇഷ്ടമല്ല എന്നാണോ നീ പറയുന്നത് എന്ന് ചോദിക്കും. ഉടനെ വിളിച്ചാൽ പറയും, അങ്ങനല്ല മ്യൂറ, എനിക്ക് ഇപ്പോഴും നിന്നെ ഇഷ്ടമാണ്, പക്ഷെ എന്ത് ചെയ്യാൻ ഞാൻ നിന്നെ വിട്ടുകൊടുക്കുവാന്ന് പറയും. ഇത് കേട്ടോണ്ടേ മ്യൂറൻ ചോദിക്കും, നിന്റെ ഇഷ്ടം എന്നോട് തുറന്നു പറഞ്ഞുകൊണ്ട് നീ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. ഉടനെ തന്നെ വിൽസൺ പറയും, ഫീൽ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ചെറുതായിട്ട് സങ്കടം ഉണ്ടോ എന്ന് വേണം പറയാനെന്ന് പറയും. എന്നിട്ട് വിൽസൺ പറയും, ഞാൻ പറഞ്ഞൊന്നും നീ മനസ്സിലാക്കണ്ടേ, എപ്പോഴും നീ പറയത്തില്ലേ ഞാൻ മെന്റലിനെ പോലെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും, അതുപോലെ നിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാന്ന് നീ വിചാരിച്ചാൽ മതി. അതൊക്കെ മറന്നിട്ട് നമുക്ക് എന്നത്തെ പോലെ തന്നെ ഫ്രണ്ട് ആയിട്ടിരിക്കാം, പഴയ പോലെ തന്നെ ഒന്നിച്ച് കളിച്ചും ചിരിച്ചും പാർട്ടിയൊക്കെ ചെയ്ത് നല്ല ഫ്രണ്ട്സ് ആയിട്ട് കുറെ നാളായിട്ട് ഇരിക്കാൻ പറയും. ഇവനിങ്ങനെ പറയുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ മ്യൂറന്റെ മുഖമൊക്കെ മാറും. എന്നിട്ട് സമാധാനത്തെ ഇങ്ങനെ പറയും, അത് പിന്നെ ഞാൻ ഗില്ലുമായിട്ട് ഡേറ്റിന് വരാന്ന് പറഞ്ഞുപോയി, ഇനി ഇപ്പം വരത്തില്ലെന്ന് വിളിച്ച് പറയുന്നത് ശരിയാത്തില്ലല്ലോ എന്ന് പറയും. ഇത് കേട്ടിട്ട് ചിരിച്ചിട്ടുണ്ടെന്നെ വിൽസൺ പറയും, ഗില്ല് നല്ലൊരു പെണ്ണാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾ തമ്മിൽ എങ്ങനെയെങ്കിലും ക്ലിക്ക് ആവുമെന്ന് ഓർത്ത് തന്നെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്, നീ ഇപ്പൊ സമാധാനമായിട്ട് സന്തോഷമായിട്ട് പോയിട്ട് വാന്ന് പറയും. മ്യൂറനാണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മുടെ വിൽസനെ നേരിട്ട് നോക്കാൻ പറ്റത്തില്ല, പോകാനും പറ്റത്തില്ല, ഒരുമാതിരി കൺഫ്യൂഷൻ ആയിട്ട് അവിടെ നിന്ന് നടന്നു പോകും. മ്യൂറൻ പോയത് കൊണ്ട് തന്നെ ജിൻസി വന്നിട്ട് വിൽസനോട് ചോദിക്കും, നീ പറഞ്ഞതുപോലെ തന്നെ അവനെ വിട്ടുകൊടുക്കുകയാണെന്ന് ചോദിക്കും. ഇത് കേട്ടോണ്ട് തന്നെ വിൽസൺ പറയും, എന്ത് ചെയ്യാനാടാ, അവൻ ഇഷ്ടപ്പെടുന്ന പോലെ ഞാനൊരു പെണ്ണല്ലല്ലോ, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാന്ന് ഭയങ്കര സങ്കടത്തിൽ പറയും. വിൽസൺ ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ടല്ലോ എന്ന് കണ്ടിട്ട് ജിൻസിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം. ഇങ്ങനെ ജിൻസി എന്നെ ഒത്ത് ഫീൽ ചെയ്യുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉടനെ വിൽസൺ പറയും, നീ ഇതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട, ഞാൻ വിൽസൺ അല്ലേ, കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം മാറും, നിനക്കറിയാലോ എന്ത് പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് കൂളാവുന്ന ആളാന്നൊക്കെ പറഞ്ഞ് ജിൻസിനെ സമാധാനിപ്പിക്കുവാണ്. ഇവരെല്ലാം നല്ല കൂട്ടാണ് എന്ന് വെച്ചാൽ ഇവരൊരു ഫ്രണ്ട്ഷിപ്പിന്റെ പ്രത്യേകത, നമ്മുടെ വിഷമം കണ്ടിട്ട് അവൻ വിഷമിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തും. അങ്ങനെ രണ്ടുപേരും കൂടെ വർത്താനൊക്കെ പറഞ്ഞ് ചിയേഴ്സ് ഒക്കെ അടിച്ച് ബിയറൊക്കെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഇവിടുന്ന് നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ മ്യൂറനെയും ഗില്ലിനെയാണ്. രണ്ടുപേരും കൂടെ റോഡിൽ കൂടെ നടന്നു വരുമോ. ഗില്ലാണ് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് വരുമോ, മ്യൂറനാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. മ്യൂറൻ ഇങ്ങനെ ശ്രദ്ധിക്കാതെ വരുന്ന കണ്ടിട്ടുണ്ട് തന്നെ ഗില്ലി വയ്ക്കും, എന്ത് പറ്റി മ്യൂറ, എന്താ കാരണം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുക നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നു, നീ ഭയങ്കര സങ്കടത്തിയിരിക്കുന്നല്ലോ, എന്തെങ്കിലും സംഭവിച്ചോ, എന്താ കാര്യം, അതോ ഇങ്ങനെ ഡെയിലി എന്റെ കൂടെ ഡേറ്റ് വന്ന് നിനക്ക് ബോറടിക്കാൻ തുടങ്ങിയോന്ന് ചോദിക്കും. ഇത് കേട്ടോണ്ട് തന്നെ മ്യൂറൻ പറയേ, അങ്ങനെയൊന്നുമില്ല ഗിൽ, നീ എന്റെ ഒരു നല്ല ഫ്രണ്ടാണ്, നിന്നോട് സംസാരിക്കുന്നത് എനിക്ക് ഒരിക്കലും ബോറടിക്കത്തില്ല എന്ന് പറയും. ഇത് കേട്ട് പെട്ടെന്ന് തന്നെ ഗില്ലി ചോദിക്കും, നീ എന്തോ പറഞ്ഞത്, ഫ്രണ്ട് എന്നാണോ പറഞ്ഞതെന്ന് ചോദിക്കും. അയ്യോ ഞാൻ പറഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ മ്യൂറൻ പറയും, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടോ, കുറച്ച് സത്യങ്ങളൊക്കെ പറയാനുണ്ടോ എന്ന് പറയും. ഒരു വട്ടം നീ എന്നോട് ചോദിച്ചില്ലേ നിന്നെ ഗേൾ ഫ്രണ്ട് ആക്കാൻ താല്പര്യമുണ്ടോന്ന്, അന്ന് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് വെറുതെ കള്ളം പറഞ്ഞതാ, എനിക്ക് പെണ്ണുങ്ങളെയാണ് ഇഷ്ടമെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഞാൻ നിന്റെ കൂടെ പുറത്ത് വരുന്നത് എന്ന് പറയും. ഇത് കേട്ടതും ഗില്ലു ഭയങ്കര ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ചോദിക്കും, അപ്പൊ സത്യത്തിൽ നിനക്ക് പെണ്ണുങ്ങളെ ഇഷ്ടമല്ലെന്ന് ചോദിക്കും. ഉടനെ മ്യൂറൻ പറയും, അങ്ങനെയല്ല ഗിൽ, എനിക്ക് പെണ്ണുങ്ങളെ ഇഷ്ടം, ഞാൻ നിറയെ ഡേറ്റും ചെയ്തിട്ടുണ്ട്, കുറെ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ എനിക്കുണ്ടായിരുന്നു, പക്ഷെ ഈ കുറച്ച് നാളായിട്ട് എന്റെ ഫീലിങ്സ് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടിരിക്കുക, എനിക്ക് തന്നെ റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയും. ഇത് കേട്ടത് ഉടനെ ഗില്ലു ചോദിക്കും, നീ ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുന്നതിൽ വിൽസന് വല്ലോ പങ്കുണ്ടോ എന്ന് ചോദിക്കും. ഇത് കേട്ടത് മ്യൂറനോട് ചോദിക്കും, നിനക്ക് എങ്ങനെ മനസ്സിലായി ഗില്ലെന്ന് ചോദിക്കും. പറയും, ഞാൻ ഓഫ് കോഴ്സ് ഗേൾ ആണ്, എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഇതൊക്കെ, അത് തന്നെയല്ല നമ്മുടെ ഫസ്റ്റ് ഡേറ്റിൽ നീ എന്നോട് സംസാരിച്ചത് എൻജോയ് ചെയ്ത് പറഞ്ഞത് മുഴുവനും വിൽസന്റെ കാര്യമാണ്, അതുപോലെ തന്നെ വിൽസന്റെ ഫോട്ടോസ് ഒക്കെ കാണിക്കാൻ നീ എന്റെ കൂടെ വീട്ടിൽ വരാൻ പറഞ്ഞപ്പോഴേക്കും നീ വന്നുമില്ല, നിന്റെ മുഖത്ത് ഭയങ്കര ജലസും ഞാൻ കണ്ടായിരുന്നു, എനിക്ക് അന്നേ തോന്നിയായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഗില്ല പറയാം, എന്നെ പോലെ ഒരു പെണ്ണിനെ റിജക്ട് ചെയ്തെന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. ഉടനെ മ്യൂറൻ പറയാം, അങ്ങനെയല്ല ഗില്ല, സത്യമായിട്ട് ഞാൻ നിന്നെ പറ്റിക്കണമെന്ന് വിചാരിച്ച് ചെയ്തോന്നും അല്ല, സോറി എന്ന് പറഞ്ഞ് വീണ്ടും സോറി പറയും. മ്യൂറൻ ഭയങ്കര സങ്കടപ്പെടുന്നുണ്ടല്ലോ എന്നും സിറ്റുവേഷൻ ഒക്കെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഗില്ല ഷോൾഡർ ഒരു കൊടുത്തിട്ട് പറയും, നീ എന്നെ പറ്റിച്ചതിനിപ്പം ഇത് സമസമമായി പോയി, പിന്നെ നിന്റെ ഫീലിങ്സിന് വേണ്ടി നീ മറ്റുള്ള പെൺപിള്ളേരെ ഇങ്ങനെ സങ്കടപ്പെടുത്തല്, ഓൾറെഡി നിന്നെ കാണാൻ ഇത്ര സുന്ദരനും കൂടെ ആയതുകൊണ്ട് പെണ്ണുങ്ങൾ പെട്ടെന്ന് വീഴുകയും ചെയ്യും, അങ്ങനെ പോയി കഴിഞ്ഞാൽ നീ ഒരു പ്ലേ ബോയ് ആയിട്ട് മാറും എന്ന് പറയും. ഗില്ല് ഓക്കെ ആണെന്ന് മനസ്സിലാക്കി ഗില്ല് ചിരിക്കുന്ന കണ്ടപ്പോൾ മ്യൂറനും ഓക്കെ ആയിട്ട് ചിരിക്കും. എന്നിട്ട് നേരെ ഗില്ല് മ്യൂറനോട് ചോദിക്കും, നീ എന്ത് വിചാരിച്ചാണ് ഇങ്ങനെ നടക്കുന്നത്, നിന്റെ ജീവിതം നല്ല സന്തോഷമായിട്ടാ പോകുന്നത്, നീ പറയുന്നത് നീ വിൽസനെ സ്നേഹിക്കുന്നതിനെ കുറിച്ച്, അവൻ എന്തോ ഉള്ളത്, കാണാൻ ഇത്തിരി രസമുണ്ട്, നല്ലൊരു ശരീരമുണ്ട്, ഇതല്ലാതെ അവന് വേറെ എന്തുണ്ട്, അവനെ എന്ത് കണ്ടിട്ടാണ് നീ ഇങ്ങനെ ചുമ്മാ അവന്റെ പുറകെ നടക്കുന്നത് എന്ന് ചോദിക്കും. ഇത് കേട്ടത് മ്യൂറനും ചേച്ചി രണ്ടുപേരുടെ വർത്താനം പറഞ്ഞങ്ങ് നടന്നു. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ യോഞ്ചിനെയാണ്. ഒന്നും അറിയാ ചെറുക്കൻ വീട്ടിൽ വന്ന് കയറിയത് അച്ഛനും അമ്മയും കൂടെ ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണും. കണ്ടോണ്ടേക്കും നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് ചോദിക്കും. രണ്ടുപേരും കളിപ്പായിട്ടിട്ട് ഒന്നും വേണ്ടത്തില്ല. കുറച്ച് കഴിഞ്ഞോണ്ട് തന്നെ അമ്മ പറയും, ഞങ്ങൾ രണ്ടുപേരും കൂടെ ജിൻസിക്ക് ഫുഡായിട്ട് വന്നായിരുന്നു, അപ്പം റോഡിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ഹഗ് ചെയ്ത് നിൽക്കുന്നത് അച്ഛൻ കണ്ടു എന്ന് പറയും. ഉടനെ അച്ഛൻ ചോദിക്കും, ഒരു ചേട്ടനും അനിയനും തമ്മിലുള്ള സ്നേഹബന്ധത്തിലാണോ നിങ്ങൾ അങ്ങനെ ഹഗ് ചെയ്ത് നിന്നതെന്ന് ചോദിക്കും. ഇത് കേട്ടത് കൊണ്ട് തന്നെ യോഞ്ചി പറയും, അല്ല ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയും.
പറയും. ഇത് കേട്ടത് അച്ഛന് ഭയങ്കര ദേഷ്യമായിട്ട് നേരെ ചാടി എഴുന്നിട്ട് അവന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ചോദിക്കും, നീ എന്തുവാടാ പറയുന്നത്, അവൻ നിന്റെ ചേട്ടനാ, നിനക്കത് അറിയത്തില്ലേന്ന് ചോദിക്കും. അച്ഛനെതിരെ ദേഷ്യപ്പെട്ടിട്ട് ചോദിച്ചിട്ടും നമ്മുടെ യോഞ്ചി ഒന്നും മിണ്ടത്തില്ല. യോഞ്ചി ഇങ്ങനെ മിണ്ടായിക്കോണ അച്ഛൻ തിരിഞ്ഞ് അമ്മയോട് പറയും, നീ എത്രയും പെട്ടെന്ന് ജിൻസിനെ വിളിച്ച് വീട്ടിൽ വരുത്തി, ഈ കാര്യം എന്തോന്ന് അവനോട് ചോദിച്ചെല്ലാം ക്ലിയർ ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്ന് പറയും. ഉടനെ തന്നെ യോഞ്ചി അമ്മയെ തടഞ്ഞിട്ട് പറയും, വേണ്ട, അവനെ വിളിക്കേണ്ട, ഇതില് അവന്റെ ഒരു തെറ്റുമില്ല, ഇത് എന്റെ മാത്രം ഫീലിംഗ്സാ, ഞാൻ വൺ സൈഡ് ആയിട്ട് അവനെ പ്രണയിക്കുന്നത് എന്ന് പറയും. ഇത് കേട്ടത് അച്ഛൻ ഒന്നും കൂടെ കരിപ്പായിട്ട് പറയും, രണ്ടുപേരും കൂടെ അങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ട് എന്നിട്ട് എന്നോട് നോണ പറഞ്ഞിട്ട് എന്നെ മണ്ടനാക്കാൻ ശ്രമിക്കുവാണോ എന്ന് ചോദിക്കും. ഇത് കേട്ടത് ഉടനെ യോഞ്ചി പറയും, ഞാൻ പറയുന്നത് വിശ്വാസമല്ല, എന്റെ ഈ തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കാണിക്കും. ആ വീഡിയോ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ബീച്ച് റിസോർട്ട് ഇവര് ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുമ്പോൾ ചെറുക്കാൻ ചെയ്ത കലാവിരുദ്ധകളൊക്കെ ഇവനാണെങ്കിൽ വീഡിയോ എടുത്ത് വെച്ചിരിക്കുക. ഇത് കണ്ടപ്പോ എനിക്ക് ഷോക്കായി, എടാ ചെറുക്കാതി അങ്ങനെ ചെയ്തതും പോരാ, എന്നിട്ട് നീ വീഡിയോ എടുത്ത് വെച്ചിരിക്കുകയാണോ എന്ന്. ഇത് കണ്ടിട്ട് അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അവർക്കത് കാണാൻ പോലും വയ്യ, ഭയങ്കര ഷോക്ക്. ഉടനെ അച്ഛൻ ചോദിക്കും, നീ എന്തുവാടാ ഈ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കും. ഉടനെ യോഞ്ചി പറയും, ഞാൻ അവനെ ബർത്ത്ഡേക്ക് കൊണ്ടുപോയി ഒരുപാട് കുടിപ്പിച്ചിട്ട് അവന്റെ ഇങ്ങനത്തെ വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തു വെച്ചിരിക്കുകയാണ്, ഇതൊക്കെ കാണിച്ച് പേടിപ്പിച്ചാണ് എന്റെ അടുത്ത് നല്ല രീതിയിൽ അവനെ നടത്തിക്കുന്നത് എന്ന് പറയും. ഇത് കേട്ടതും ഭയങ്കര ദേഷ്യമായിട്ട് അച്ഛൻ യോഞ്ചിനെ പിടിച്ചിട്ട് അടിക്കാൻ വരുമ്പോഴേക്കും അമ്മ ഇടയ്ക്ക് കയറി അടിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് ഇത്രയും ദേഷ്യപ്പെടുവല്ലേ, ടെൻഷൻ കയറിയതുകൊണ്ട് തന്നെ അച്ഛന് പെട്ടെന്ന് അറ്റാക്ക് വന്നിട്ട് താഴെ വീഴും. പിന്നെ അച്ഛൻ അറ്റാക്ക് വന്നെന്ന് പറഞ്ഞ് നമ്മൾ പേടിക്കണ്ട, യോഞ്ചി മെഡിക്കൽ സ്റ്റുഡന്റ് ആയതുകൊണ്ട് അവൻ നോക്കിക്കോളും. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ വിൽസനെയാണ്. രാവിലെ തന്നെ ഭയങ്കര ഹാങ് ഓവറിൽ സോഫയിൽ കിടന്നുറങ്ങും. ഉടനെ നമ്മുടെ മ്യൂറൻ എടുത്ത് ഒരു ഗുളി കൊടുത്തിട്ട് പറയും, സോറിയടാ, ഇന്നലെ ഞാൻ വന്നപ്പോൾ ഒരുപാട് താമസിച്ചു, അതുകൊണ്ട് നിങ്ങളോട് വന്ന് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല എന്ന് പറയും. ഒരു കാര്യം ചെയ്യാം, അതിന് പകരം നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് പോയി ഫുഡ് കഴിക്കാന്ന് പറയും. ഇത് കേട്ടത് വിളിച്ചു പറഞ്ഞ പറയും, സോറിയടാ, ഞാൻ ഇന്ന് മെയ്ഫാങ്ങിന്റെ കൂടെ റോസിന്റെ കൂടെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ചെല്ലാന്ന് പറഞ്ഞു പോയി എന്ന് പറയും. ഇത് കേട്ടത് മ്യൂറൻ ഇത്തിരി സങ്കടം വരും. എന്നിട്ട് പറയാം, എന്നാലും സാരമില്ല, നമുക്ക് വേറൊരു ദിവസം പോകാന്ന് പറയും. ഇതേ സമയം ജിൻസി അങ്ങോട്ട് വരുമ്പോൾ ഇവർ രണ്ടുകൂടെ സമാധാനത്തിൽ ഇരുന്ന് സംസാരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഓടി വന്നിട്ട് പറയും, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വരുന്ന ഫ്രൈഡേ പാർട്ടി നടത്തിയാലോ എന്ന് ചോദിക്കും. ഉടനെ ഇവർ പറയാം, ഓക്കെ ശരിയെന്ന് രണ്ടുപേരും സമ്മതിക്കും. ഇത് കേട്ടതും ജിൻസി ഭയങ്കര സന്തോഷമായിട്ട് പറയും, ഒരു പരുവത്തിൽ നിങ്ങൾ തമ്മിലുള്ള പിണക്കം എല്ലാം മാറിയല്ലോ എന്ന് പറഞ്ഞ് രണ്ടുപേരെ ഹഗ് ചെയ്ത് മൂന്നുപേരും കൂടി ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന ഓഫീസിലാണ്. മെയ്ഫാങ്ങുമായിട്ട് എപ്പോഴും വഴക്കുണ്ടാക്കുന്ന ആ ലേഡിയില്ലേ, ആ പെണ്ണ് മനഃപൂർവ്വം തന്നെ നമ്മുടെ മെയ്ഫാങ്ങിനെ പറ്റി ഗോസിപ്പൊക്കെ ഉണ്ടാക്കി പറയാണ്. അതായത് അവള് വെറുതെ വിൽസന്റെ പുറകെ നടക്കുവാണ്, കുറെ കാല് പിടിച്ചൊക്കെയാണ് വിൽസനുമായിട്ട് റിലേഷൻഷിപ്പിൽ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് വിൽസനെ കുറെ പ്രഷർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഗോസിപ്പ് പറഞ്ഞോണ്ടിരിക്കുക. ഇതേ സമയം ഇത് കേട്ടിട്ട് നമ്മുടെ മ്യൂറൻ അങ്ങോട്ട് വരും. ഇത് കേട്ടിട്ട് മ്യൂറൻ പറഞ്ഞ ആ പെണ്ണിനോട് പറയും, ചുമ്മാ ഇങ്ങനെ ഗോസിപ്പും പറഞ്ഞ് കറങ്ങി നടക്കാൻ സമയമുണ്ടെങ്കിൽ പോയി വല്ല ജോലിയും ചെയ്യാൻ നോക്കുമെന്ന് പറയും. ഇത് കേട്ടത് ആ പെണ്ണ് പറയും, ഞാൻ വെറുതെ ഗോസിപ്പ് ഒന്നും പറയല്ല, ഞാൻ പറയുന്നതിനൊക്കെ എന്റെ ഈ പ്രൂഫ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് നേരെ ഒരു ഫോട്ടോ കാണിക്കും. ഏതാന്ന് വെച്ചാൽ 2 ദിവസം മുമ്പ് ഇവർ ഹഗ് ചെയ്ത് ഇങ്ങനെ സമാധാനപ്പെടുത്തുകയൊക്കെ ചെയ്തില്ലേ, ആ ഫോട്ടോസ് ഒക്കെ കാണിച്ചു കൊടുക്കും. ഈ ഫോട്ടോ കണ്ട് മ്യൂറൻ ചിരിച്ചിട്ട് പറയും, ഈ രണ്ട് ഫോട്ടോ വെച്ചിട്ട് നീ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അവരെ കുറിച്ചും അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും നിനക്ക് എല്ലാം അറിയുന്നത് പോലാണല്ലോ പറയുന്നത്, ഇത്രയും നീ സംസാരിക്കുന്നുണ്ടല്ലോ, ഈ കാര്യം നീ നേരിട്ട് അവരോട് പോയി ചോദിച്ചായിരുന്നോ എന്ന് ചോദിക്കും. ഇത് കേട്ടിട്ട് ആ പെണ്ണിന് എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ്. ഉടനെ മ്യൂറൻ പറയും, ദേ നോക്ക്, നീ ഒരു പെൺകുട്ടിയല്ലേ, ഒരു പെൺകുട്ടിയുടെ നേരെ തെറ്റായ റൂമറൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടി എന്തുമാത്രം വിഷമിക്കുമെന്നൊക്കെ നിനക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അത് തന്നെയല്ല, നമ്മുടെ 2 ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇത് കാരണം ഇല്ലാതാക്കാൻ ചാൻസ് ഉണ്ട്. നീ ഇങ്ങനെ വെറുതെ ഇല്ലാത്ത കാര്യങ്ങളും റൂമറൊക്കെ പറഞ്ഞു നടന്ന ഞാനിത് കണ്ടിട്ട് നോക്കി നിൽക്കത്തൊന്നും ഇല്ലാന്ന് പറഞ്ഞു കുറെ ചീത്തയൊക്കെ പറഞ്ഞിട്ട് മ്യൂറൻ അവിടെ നിന്ന് പോകും. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന അന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ജിൻസി ആയിട്ട് പോകാൻ വേണ്ടി മ്യൂറൻ ജിൻസിനെ കാത്തിങ്ങനെ നിൽക്കുക. ഇതേ സമയം തന്നെ അവിടുത്തെ ലിഫ്റ്റിൽ നിന്ന് നമ്മുടെ വിൽസനും മെയ്ഫാങ്ങും കൂടെ സംസാരിച്ച് വരിക. മെയ്ഫാങ്ങാണ് എന്തൊക്കെയോ സംസാരിച്ച് ഭയങ്കര കൂളായിട്ട് നമ്മുടെ വിൽസന്റെ കയ്യിലൊക്കെ പിടിച്ചിങ്ങനെ സന്തോഷമായിട്ട് വർത്താനം പറഞ്ഞു പോവുക. ഇത് കാണുന്നതും ജലസ് ബോയ് നമ്മുടെ മ്യൂറൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. ഉടനെ മുഖമൊക്കെ മാറി ഇവരെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. അവർ രണ്ടും ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. അവള് ഭയങ്കര ഫ്രീ ആയിട്ട് നമ്മുടെ വിൽസനെ കൈ പിടിച്ചൊക്കെ പോകുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുക. ഇപ്പൊ നേരെയാണെങ്കിൽ നമ്മുടെ മ്യൂറനും ജിൻസിയും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഫുഡെല്ലാം എടുത്തു വെച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ജിൻസിക്ക് യോഞ്ചി എടുത്തുന്ന മെസ്സേജ് വരും, എനിക്ക് പഠിക്കാൻ കുറച്ചുണ്ട്, ഞാൻ ഇത്തിരി ബിസി, അതുകൊണ്ട് നിന്നെ കാണാൻ കുറച്ച് നാളത്തേക്ക് വരത്തില്ല എന്ന് പറഞ്ഞു. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ജിൻസി ഓക്കെ എന്ന് പറഞ്ഞ് തിരിച്ച് മെസ്സേജ് അയക്കും. മെസ്സേജ് അയച്ചിട്ട് മ്യൂറനെ നോക്കുമ്പോൾ മ്യൂറൻ ഭയങ്കര സങ്കടപ്പെട്ട് ഡള്ളായിട്ട് ഇരിക്കുന്നതാണ്. ഇത് കണ്ടോണ്ടേനെ ജിൻസി ചോദിക്കും, എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് ചോദിക്കും. ഉടനെ മ്യൂറൻ പറയും, പ്രശ്നമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. വിൽസൺ എന്തുവാ പറഞ്ഞത്, മെയ്ഫാങ്ങിന്റെ കൂടെയും റോസിന്റെ കൂടെയും ലഞ്ച് കഴിക്കാൻ പോവാന്നല്ല പറഞ്ഞത്, ഇപ്പം റോസ് ഇല്ലല്ലോ, അവർ രണ്ടും കൂടെ തന്നെയാണല്ലോ പോയത് എന്ന് പറയും. ഇത് കേട്ടതും ജിൻസി തന്നെ പറയും, റോസിന്റെ മോൾക്ക് എന്തോ വയ്യ, അതുകൊണ്ട് അവൾ ഇന്ന് ലീവാണ്, അതുകൊണ്ടായിരിക്കും എന്ന് പറയും. ഇത് കേട്ടതും ഉടനെ മ്യൂറൻ പറയും, അങ്ങനെയാണോ കാര്യം എന്ന് പറഞ്ഞിട്ട് തിരിയും. ഇത് കണ്ടിട്ട് ജിൻസി പറഞ്ഞ ചോദിക്കും, എന്താ മ്യൂറൻ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ തുറന്ന് പറയുമെന്ന് പറയും. വേറൊന്നും ഇല്ലടാ, വിൽസൺ ഇപ്പോഴാണ് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത്, ഞാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞതും ഉടനെ തന്നെ മെയ്ഫാങ്ങിനെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കാൻ തുടങ്ങിയോ എന്ന് ചോദിക്കും. ഇത് കേട്ടതും ജിൻസി തന്നെ പറയും, ഇങ്ങോട്ട് നോക്കി മ്യൂറൻ, നിനക്ക് വിൽസനെ പറ്റി നല്ലപോലെ അറിയാം, അവനൊരു പ്ലേ ബോയ് ഒന്നും അല്ല, അവൻ ചില വിഷയങ്ങളൊക്കെ പതുക്കെ ചെയ്യത്തുള്ളൂ, അവന്റെ ഫീലിംഗ്സിൽ അവൻ ഭയങ്കര ഉറച്ചു നിൽക്കും, ഒരു കാര്യത്തിൽ അവൻ തോറ്റു എന്ന് വിചാരിച്ച് അതോർത്ത് സങ്കടപ്പെട്ട് ദിവസം മുഴുവനും കരഞ്ഞോണ്ടിരിക്കുന്ന ടൈപ്പ് അല്ല അവൻ. അതൊക്കെ അവിടെ ഇട്ടിട്ട് അതിന്റെ അപ്പുറത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്ന രീതി അവന്. അത് തന്നെയല്ല, ഇനി മെയ്ഫാങ്ങിനെ ഇംപ്രസ് ചെയ്യണമെന്ന് അവൻ തീരുമാനിച്ചാലും അതൊക്കെ അവന്റെ ഇഷ്ടമല്ലേ എന്ന് പറയും. ഇത് കേട്ടത് മ്യൂറൻ ഭയങ്കര ഡള്ളായിട്ട് പറയും, ആ
ശരി അതൊക്കെ അവന്റെ ഇഷ്ടമാണ് എന്ന് പറയും. മ്യൂറൻ ഇങ്ങനെ ഒരുമാതിരി ഇരിക്കുന്ന ജിൻസി ആണെങ്കിൽ നോക്കും. ജിൻസിക്ക് മനസ്സിലായി ചെറുക്കന്റെ ചാട്ടം എങ്ങോട്ടാണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ മ്യൂറൻ ആണെങ്കിൽ എപ്പോഴും വിൽസനുമായിട്ട് ഒരു ടെറസിൽ വന്ന് നിൽക്കത്തില്ല, ആ സ്ഥലത്ത് വന്നിരുന്ന് ഇങ്ങനെ ആലോചിക്കുവോ, വിൽസനെ പറ്റി തന്നെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുവോ. അവൻ കിസ് ചെയ്തത്, അവന് ഇഷ്ടമാന്ന് പറഞ്ഞത്, പിന്നെ വന്ന് സോറി പറഞ്ഞത്, ഇപ്പൊ മെയ്ഫാങ്കുമായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നത് ഒക്കെ ഇങ്ങനെ ആലോചിച്ച് ഭയങ്കരമായിട്ട് ഡല്ലാവുക. മ്യൂറന് അവനോട് ഒരു ഫീലിങ്സ് ഉണ്ട് എന്ന് മ്യൂറന് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ അതൊക്കെ ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. ചെറുക്കനാണ് അവരെന്നോട് കൈ പിടിച്ചോണ്ട് പോയതും ഹഗ് ചെയ്തോണ്ട് ഇന്ന് ഫോട്ടോ കണ്ടതും ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്തിയേക്കാം. അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ ബൈ ബൈ.